നമസ്കാരം, എല്ലാവർക്കും ശക്തിയിലേക്ക് സ്വാഗതം. എൻ്റെ നമ്പർ 8848296441. ഇതൊരു സെയിൽ വീഡിയോ ആയിട്ടല്ല ഞാൻ വന്നിരിക്കുന്നത്. എൻ്റെ കളക്ഷനിലുള്ള കുറച്ച് ചെടികളെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. ഇത് കുറച്ച് ഓർക്കിഡുകളാണ്. ഇതിനകത്ത് ഒട്ടുമിക്ക വെറൈറ്റികളും ഉണ്ട് കേട്ടോ. ആദ്യത്തെ പൂക്കളെല്ലാം കഴിഞ്ഞിട്ട് രണ്ടാമത് വീണ്ടും മുട്ടിട്ട് വരുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ നമ്മുടെ ഓർക്കിഡ് നിൽക്കുന്നത്. നല്ല വെയിലൊക്കെ കിട്ടത്തക്ക ഒരു സ്ഥലത്ത് തന്നെയാണ് നമ്മൾ ഓർക്കിഡിനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് കാർ പോർച്ചിലുള്ള ഒരു തൂണാണ്. ഇതിൽ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ആന്തൂര്യമാണ്. ആന്തൂര്യം ഉണ്ട്, പിന്നെ അല്ലാതെ വേറെ 1-2 പ്ലാന്റ്സും കൂടെ ഉണ്ട്. ഈ ഒരു പ്ലാന്റ് നല്ല ഭംഗിയാണ്. ഇത് നമ്മുടെ തൂണിലേക്ക് നന്നായിട്ട് പടർന്നു കയറുകയും ചെയ്യും. മൊത്തത്തിലൊരു പച്ചപ്പ് നൽകാൻ പറ്റും ഈ ചെടിക്ക് കേട്ടോ. നല്ല കടും പച്ച നിറത്തിൽ അകത്തൊരു വെള്ള ലൈനാണ് ഇതിൻ്റെ പ്രത്യേകത. നല്ല അടിപൊളി ഒരു പ്ലാന്റാണത്. പക്ഷെ ഞാൻ സിറ്റൗട്ടിൽ കൂടുതലും സെറ്റ് ചെയ്യുക എന്നും നമ്മൾ സെറ്റ് ചെയ്യാറുള്ളതും അഗ്ലോണിമ തന്നെയാണ്. കുറച്ചുകൂടി പ്ലാന്റ്സ് ഉണ്ടായിരുന്നു സിറ്റൗട്ടിൽ. ഞാൻ കഴിഞ്ഞ ദിവസം NPK 19 സ്പ്രേ ചെയ്തുകൊണ്ട് ഓപ്പൺ സ്പേസിൽ തന്നെ വെളിയിൽ വെച്ചേക്കുക. 2 ദിവസം കൂടെ കഴിഞ്ഞിട്ട് നമ്മൾ സിറ്റൗട്ടിലേക്ക് മാറ്റുള്ളത്. ഇപ്പോൾ ഈ കാണുന്നതൊക്കെയാണ് നേരത്തെ തൊട്ടേയുള്ള എൻ്റെ കളക്ഷൻ. ഇത് ഡ്രാഗൻ്റെ ഒരു പ്ലാന്റാണ്. പെട്ടെന്ന് ബേബി പ്ലാന്റ് വരുന്ന ഒരു പ്ലാന്റാണ്. ഒരെണ്ണം നട്ടതാണ് കണ്ടോ. ഇപ്പോൾ അത് 2 എണ്ണം നല്ല മദർ പ്ലാന്റിൻ്റെ ഒപ്പം തന്നെ അത് വളർന്നു. ഇനി എത്ര കളർഫുള്ളായിട്ടുള്ള പ്ലാന്റ്സ് നിന്നാലും അതിനിടയിൽ ഒരു ഗ്രീൻ വെറൈറ്റി ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ. അതിൽ ഈ റയാൻ ഗോൾഡ് എടുത്തു പറയേണ്ട ഒരു ചെടി തന്നെയാണ്. റയാൻ ഗോൾഡിൻ്റെ പ്രത്യേകത ഒരു മദർ പ്ലാന്റ് നിന്നാൽ നല്ല തലയെടുപ്പാണ്. കാരണം അത് നിറയെ ലീഫ് ഉണ്ടാവും. അതാണ് ആ റയാൻ ഗോൾഡിൻ്റെ പ്രത്യേകത. ഇതിത്രയാണ് ഇപ്പോൾ നമ്മൾ സിറ്റൗട്ടിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. കുറച്ച് ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾ ഭിത്തിയിൽ ഒരു സ്റ്റാൻഡ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഭിത്തിയിൽ നമ്മൾ ഇതുപോലെ സ്റ്റാൻഡിൽ ചെയ്യുന്ന ഒരു ഗുണം എന്താ വെച്ചാൽ ചെടികൾക്ക് നല്ല ഭംഗിയായിരിക്കും. നമ്മൾ സ്റ്റാൻഡൊക്കെ നല്ല പോട്ടിലൊക്കെ വെക്കുമ്പോൾ രസമാണ്. പിന്നെ ഒരുപാട് ചെടികൾ നമുക്ക് തട്ടിൽ കയറ്റാം. മുറ്റത്ത് സ്ഥല സൗകര്യം കുറവാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഭിത്തിയിൽ ചെടികൾ വെക്കാം സ്റ്റാൻഡിൽ കേട്ടോ. അപ്പോൾ സ്റ്റാൻഡ് പണിയുമ്പോൾ ഭിത്തിയിൽ നിന്നും 1-1.5 അടി മുന്നോട്ട് തള്ളി വേണം വെക്കാൻ. അല്ലെങ്കിൽ നമ്മൾ വെള്ളം കൊടുക്കുകയും വളമൊക്കെ ഇടുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഭിത്തിയും മേലെ തെറിക്കും. അപ്പോൾ 1-1.5 അടി മുന്നിലേക്ക് തള്ളി മാത്രം സ്റ്റാൻഡ് സെറ്റ് ചെയ്യുക. നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് പുതിയ പുതിയ ഫാഷനുകൾക്കനുസരിച്ച് ചെറിയ ഭിത്തിയാണെങ്കിൽ, അതുപോലെ നല്ല വെയിൽ കിട്ടുന്നൊരു ഭിത്തിയാണെങ്കിൽ നിങ്ങൾക്ക് അഗ്ലോണിമ വെക്കാൻ പറ്റില്ല. പക്ഷേ അവിടെ 365 ദിവസവും ഭംഗി തരുന്ന അഡീനിയം പോലുള്ള ചെടികളെ നിങ്ങൾക്ക് അങ്ങനെയുള്ള ഡയറക്റ്റ് വെയിൽ കിട്ടുന്ന ഭിത്തിയാണെങ്കിൽ സെറ്റ് ചെയ്യാം. കാരണം പൂക്കളുള്ളപ്പോൾ അതിൻ്റെ ഭംഗി, കോഡക്സിൻ്റെ ഭംഗി എന്നും നിലനിൽക്കും. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് യുക്തിക്കനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഇതുപോലെ സ്റ്റാൻഡുകൾ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തലോടെ ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ നിർത്താം. അടുത്ത ദിവസം വീണ്ടും കാണാമെന്ന പ്രത്യാശയോടെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി പറഞ്ഞ് താങ്ക് യു. ബൈ.